ഹലോ, ഇത് നമുക്കൊരു ഇലയട ഉണ്ടാക്കി നോക്കിയാലോ? അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നി ഇതെന്താ ഇലയട ആരും കഴിച്ചിട്ടില്ലേ, ആരും കണ്ടിട്ടില്ലേ? പക്ഷെ നമുക്ക് ഇന്നൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഈ ഇലയട ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ 1 ഗ്ലാസ് അരി നന്നായിട്ട് കഴുകി 4 മണിക്കൂർ കുതിർത്ത് നമുക്ക് അപ്പത്തിൻ്റെ അരിപ്പിൽ അരിച്ചെടുത്ത് വെക്കണം. അതിനുശേഷം നല്ല ചൂട് കട്ടിയുള്ളൊരു കടായി വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് വറുത്തെടുക്കണം. അത് വറുത്തെടുത്തതിന് ചൂട് മാറുമ്പോഴേക്കും നമുക്ക് കുറച്ച് ശർക്കര, ഇതിലേക്ക് ആവശ്യമുള്ള മധുരത്തിന് ആവശ്യമുള്ള ശർക്കര എടുത്തിട്ട് കുറച്ച് വെള്ളവും ഒഴിച്ച് നമുക്കൊന്ന് പാനിയാക്കി എടുക്കണം. അത് നന്നായിട്ട് തിളച്ച് ശർക്കര നന്നായിട്ട് അലിഞ്ഞ് ചേരുമ്പോഴേക്കും നമുക്കതൊന്ന് അരിച്ചെടുത്ത് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് വീണ്ടും ഒരു കടായി വെച്ചിട്ട് നമുക്ക് ഈ അരിച്ചെടുത്ത് ഈ ഒരു ശർക്കര പാനി ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് 1 മുറി തേങ്ങ ചിരകിയത് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ 1 സ്പൂൺ ഏലക്ക പൊടിച്ചത്. അതിനുശേഷം നമുക്ക് കുറച്ച് അവലും കൂടി ഇതിലേക്ക് ചേർത്ത് ഈ ശർക്കരയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. ഇതാണ് നമ്മുടെ അടയുടെ ഫില്ലിങ്. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ മാവ് കുഴച്ചെടുക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ആ മാവിനകത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കുറച്ച് നെയ്യ് കൂടി ചേർത്തിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം. തിളച്ച വെള്ളം ആയതുകൊണ്ട് കാര്യം കൈ പൊള്ളിക്കരുത്. സ്പൂണോ തവിയോ അങ്ങനെ എന്തെങ്കിലും വെച്ച് വേണം കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് ഇവിടെ നമുക്ക് കുഴച്ചെടുത്ത് വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഇതിന് വേണ്ട ഇല, വാഴയില കൊണ്ടുവന്നിട്ട് നമുക്കതൊന്ന് വാട്ടിയെടുക്കാം. തീയിൽ വെച്ച് നന്നായിട്ട് വാട്ടിയെടുത്തിട്ട് വേണം നമുക്ക് ഇതിലേക്ക് ഈ മാവും ഫില്ലിങ്ങും ഒക്കെ റെഡിയാക്കി എടുക്കാൻ. അപ്പം ഞാൻ എന്താ ഇവിടെ മാവ് പരത്തി വെച്ച് നമ്മുടെ ഫില്ലിങ് ഇതിലേക്ക് വച്ച് ഒരു സൈഡ് വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് മറു സൈഡ് ഇങ്ങനെ ചേർത്തടച്ച് മടക്കി വെക്കാം. അങ്ങനെ ഇതാ എല്ലാം നമ്മളിതുപോലെ ഫില്ലിങ് വെച്ച് നന്നായിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് ഒരു 8 ഇലയടയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നമുക്കൊരു സ്റ്റീമർ വെച്ചിട്ട് നമുക്കതിലേക്ക് ഇതെല്ലാം പറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മൂടി വെക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് വേവുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ദാ നമ്മുടെ വെറൈറ്റി ഇലയട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ എളുപ്പത്തിൽ നമ്മളെല്ലാവരും ഇലയട ഉണ്ടാക്കാറുണ്ട്. എങ്കിലും നിങ്ങൾ ടൈം എടുത്ത് നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ ഇതുപോലെ ഈ സ്പെഷ്യൽ ഇലയട നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇവിടെ എല്ലാവരും കഴിച്ചു, നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുണ്ടാക്കി നോക്കണം. നമ്മുടെ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും ബൈ. കൂട്ടുകാരി